അപ്പോൾ ഇന്ന് എത്ര മുടിയല്ലേ, കുറച്ച് മുടി സ്ട്രെയിറ്റ് ഹെയർ ആണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അഴിച്ചിട്ടിട്ട് പോകാൻ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം കുറേ സ്പ്ലിറ്റൻസും ഡാമേജും അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പം ഞാൻ മുടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എണ്ണയിട്ട് ഒരാഴ്ചയിൽ 2 ദിവസത്തിലിടയ്ക്ക് കുളിക്കും. പിന്നെ കാറ്റ് നിർബന്ധിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് മുട്ടയുടെ വെള്ളം തിക്കും, അല്ലാണ്ട് വേറെ ഒരു പരിപാടിയും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം കെരാറ്റിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആണ് ഹെയർ ബോട്ടോക്സിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇപ്പം എല്ലാവരും ഹെയർ ബോട്ടോക്സ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും അമ്മയുടെ പാർലറിലെത്തിയിരിക്കുകയാണ് ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നതും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ചെയ്തു തരുന്ന ആളുടെ അടുത്ത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം ചെയ്യുന്ന ആളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം കേട്ടോ. നന്ദയ്ക്ക് ഹെയറിൽ നല്ല ഡാമേജ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട് നന്നായിട്ട്, പിന്നെ കൂടാതെ ഹെയർ ഫാൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ബൊട്ടോക്സ് ചെയ്യണം. ചെയ്തതിന് ശേഷം ഹെയർ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. ഇത് ബിഫോർ അല്ലേ? ബിഫോർ സ്ട്രെയിറ്റ് ആണ്, അത് വേവി ആണ്. ഒരു വേവി ഹെയർ ആണ്. വേവി ഹെയർ ഡ്രൈ അല്ലേ? കുറച്ചല്ല, നല്ല ഡ്രൈ, സിൽക്കി ആണ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈപ്പ് കിടക്കും. പക്ഷെ എനിക്കിപ്പോ നല്ല ഹെയർ ലോസ് ഉണ്ട്, നല്ല കുഴിച്ചുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോവാനായിട്ടോ. വേണ്ടി നമ്മളുടെ ഹെയറിനെ പ്രിപ്പയർ ചെയ്യാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിനാണ് ഈ നമ്പർ 1 ക്ലാരിഫയിങ് ഷാമ്പൂ ഇട്ട് വാഷ്. കെരാറ്റിനും ബൊട്ടോക്സും ആയിട്ടുള്ള വ്യത്യാസം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. കെരാറ്റിൻ എന്ന് പറയുമ്പോൾ ഡാമേജ്ഡ് ഹെയറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കെരാറ്റിൻ. അതായത് കെമിക്കൽ ട്രീറ്റഡ് ഹെയറിൽ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് കെരാറ്റിൻ. ബൊട്ടോക്സ് എന്ന് പറയുമ്പോൾ വെർജിൻ ഹെയറിൽ ചെയ്യാം, കെമിക്കൽ ട്രീറ്റഡ് ഹെയറിൽ ചെയ്യാം, എക്സ്ട്രീം ഡാമേജ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യാം, സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെയറിൽ ചെയ്യാം, ഹെന്ന കോട്ടഡ് ഹെയറിലും ചെയ്യാം. അപ്പോൾ ബൊട്ടോക്സ് മറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളും ബൊട്ടോക്സുമായിട്ടുള്ള ഒരു വ്യത്യാസം വരുമ്പോൾ ബൊട്ടോക്സിലുള്ളത് കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ബൊട്ടോക്സിൽ വരുന്നത് പ്രോട്ടീൻസ് വരുന്നുണ്ട്. ആ പ്രോട്ടീൻ എന്ന് പറയുന്നത് ബോണ്ടൽ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. മുടിക്ക് ഹെൽത്ത് കൊടുക്കാൻ പറ്റുന്ന, മുടിയുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് അത്. ബോണ്ടൽ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ വരുന്നുണ്ട്. വിറ്റാമിൻ ഇ വരുന്നുണ്ട്, വിറ്റാമിൻ B5 വരുന്നുണ്ട്. ക്യാവിയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടിത്തട്ടിലുള്ളൊരു ഫിഷ് ഉണ്ട്, ഒരു മീനുണ്ട്. അതിൻ്റെ മീൻ മുട്ടയുണ്ടല്ലോ, മീൻ മുട്ടയിൽ നിന്ന് എടുക്കുന്ന ഒരു ഓയിലാണ് ക്യാവിയർ ഓയിൽ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് ബൊട്ടോക്സുമായിട്ടുള്ള വ്യത്യാസം. കെരാറ്റിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു നമ്മളുടെ ഫസ്റ്റ് ലെയർ ക്യൂട്ടിക്കലിന് പുറത്തുകൂടെ കൊടുക്കുന്ന ഒരു ലാമിനേഷൻ എഫക്റ്റ് പോലെ. ഒരു വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ, നന്നായിട്ട് വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് നല്ല തണുത്ത വെള്ളത്തിൽ അയാളെ ഒന്ന് കുളിപ്പിച്ചാൽ അയാൾക്കൊന്നൊന്ന് ഉഷാറാകും അല്ലേ? ക്ഷീണിച്ച് തളർന്നുറങ്ങുന്ന ഒരാളെ വിളിച്ചെഴുന്നേപ്പിച്ചൊന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാകും. അതാണ് ശരിക്കും കെരാറ്റിൻ ചെയ്യുന്നുള്ളൂ. ബൊട്ടോക്സ് എന്താണെന്ന് വെച്ചാൽ വിശന്ന് പശയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരാളെ കുളിപ്പിച്ചിട്ട് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നു, വയറ് നിറച്ച് വെള്ളം കൊടുത്താൽ എന്താണ്? അതാണ് ബൊട്ടോക്സ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ഹെയർ വാഷ് ചെയ്തു 3 പ്രാവശ്യം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ബ്ലോ ഡ്രൈ ക്രീം അപ്ലൈ ചെയ്യാൻ പോകണം. ക്രീം ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്.
പക്ഷെ എൻ്റെ ഹെയറിൽ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ആയിട്ട് അറിയില്ല കേട്ടോ. എൻ്റെത് ഓൾറെഡി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇത് ചെയ്യുന്ന ടൈം, അപ്ലൈ ചെയ്യുന്ന ടൈം AC ഓഫ് ചെയ്യണം. AC ഓഫ് ചെയ്തു ഞാൻ ഇങ്ങനെ മറ്റേ പ്രേതത്തിന് പോലെ ഇരിക്കും. പണ്ട് നമ്മൾ ആദ്യം പിന്നെ ഹെയർ കുറച്ചൊന്ന് ഡ്രിം ചെയ്തായിരുന്നു കേട്ടോ. താഴെ കുറച്ച് സ്പ്ലിറ്റൻസും ഭയങ്കര തിന്നായിട്ട് കിടന്ന ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഡ്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആപ്ലിക്കേഷനാണ്. അപ്പം ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 60 മിനിറ്റ്സ്, അറൗണ്ട് 1 hour വെച്ചേക്കണം. ഷവർ ക്യാപ്പൊക്കെ ഇട്ട് സെറ്റാക്കണം. ഓക്കെ, അപ്പം 1 hour കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്. ഓക്കെ, ഡ്രൈ ചെയ്തു. ഇനി അടുത്തത് അയണിങ് ചെയ്യാൻ പോവുകയാണ്. ക്രീം ഇട്ടതിന് ശേഷം വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലോ ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15 to 20 minutes നമ്മൾ ഹെയർ ഇങ്ങനെ വെറുതെ ഇട്ടേക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ വാഷും ബാക്കി ഹെയർ സെറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പം ലാസ്റ്റ് അയണിങ് കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ ലെയർ സെക്ഷനായിട്ട് എടുത്തിട്ട് അയണൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 20 minutes വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഫൈനൽ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇത് യൂട്യൂബിലെ വീഡിയോ ആണ്. വൈകുലിക്കൊക്കെ കുറച്ച് ഇനി കാണിച്ചു. നമുക്ക് തിരിഞ്ഞോ തിരിഞ്ഞോ. അപ്പോൾ ഹെയർ ബോട്ടോക്സ് കഴിഞ്ഞ കേട്ടോ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ആക്ച്വലി എനിക്ക് ഓൾറെഡി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാൻസാക്ഷനോ ചേഞ്ചോ ഒന്നും കാണില്ല. പിന്നെ ഹെയറിന് ഇച്ചിരി ഒന്നും എന്താ പറയുക, വോളിയം കൂടിയതുപോലെയും ഇത്തിരി വൃത്തിക്ക് കിടക്കും. കാരണം മറ്റത് ഒരുപാട് സ്പ്ലിറ്റൻസും അല്ലാണ്ടുള്ള ഡെഡ് ഹെയറും ഒരു സ്ട്രോങ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ആയില്ലേ കേട്ടോ, ഞാനല്ല പറയുന്നത്. എങ്ങനെയുണ്ട്? നല്ല സ്മൂത്ത്, കുറച്ച് സ്മൂത്തായി. ഷൈനസ് ഒക്കെ ഒരല്പം ഇവിടെ ഇച്ചിരി ബഹളമുണ്ട്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തിരിക്കണം. പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടല്ലോ. ഉണ്ടോ? എങ്ങനെയുണ്ട്? എല്ലാവരും കമൻസ് പറയണം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി. വീണ്ടും അലോക്കിയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ലേ? നേരത്തെ പിന്നെ ഷൈനിങ് ഉണ്ട്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുമ്പ് 1 month ബിഫോർ കളർ ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇപ്പം ഞാൻ കുറേ നാൾ മുമ്പാണ് കളർ ചെയ്തത്, അപ്പം കുറച്ച് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ കളർ ചെയ്തിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിയും. മുടി എന്താ പറയുക, ഭയങ്കര ചേഞ്ച് എന്നല്ല, കുറച്ച് വൃത്തിയായിട്ട് നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണപ്പോൾ അഴിച്ചിട്ട് പോകാം. അതേപോലെ ഇതൊരു മേക്ക് ഓവറിങ് അല്ല, ശരിക്കും ഹെയറിൻ്റെ മേക്ക് ഓവറിങ് അല്ല.
അല്ല, ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്, ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന്. അപ്പം ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. സോ വേറൊരു വ്ളോഗ് ആയിട്ട് വരുന്നവരെ ചാറ്റാ.